നമസ്കാരം. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഇന്ന് നമ്മൾ മറ്റൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യാണ്. സാഹിത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്, പക്ഷേ അവാർഡുകൾ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് സാഹിത്യം മാത്രമല്ല, പലതരത്തിലുള്ള അവാർഡുകൾ, സാഹിത്യ അവാർഡുകളാവാം, മറ്റു അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ഭരണമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവാർഡുകളാവാം, സ്പോർട്സ് അവാർഡുകളാവാം, ശാസ്ത്ര സാഹിത്യ സാങ്കേതിക മേഖലയുടെ അവാർഡുകളാവാം. അപ്പോൾ പലതരത്തിലുള്ള അവാർഡുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു പോർഷൻ ആണ്. സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അവാർഡുകളൊക്കെ പലപ്പോഴും PSCക്ക് ചോദിക്കുന്നതാണ്. അതെല്ലാം നമ്മൾ ഈ ഒരു പോർഷൻ ഉൾപ്പെടുന്നതായിരിക്കും. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ക്ലാസ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ്സിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചലഞ്ചർ ആപ്പിൽ നിലവിൽ മെയ് എൻഡ് ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ വ്യത്യസ്ത കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് 70% ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. നിലവിൽ LDC LPP അടക്കമുള്ള നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് പുറമെ അടുത്ത വർഷം നടക്കാൻ പോകുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് പോലത്തെ പരീക്ഷകളുടെയും കോഴ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള കോഴ്സുകൾക്കും 70% വരെ ഡിസ്കൗണ്ട് ആണ് ഈ ഒരു മെയ് മാസം മന്ത് എൻഡ് ഓഫർ ആയിക്കൊണ്ട് നൽകുന്നത്. അപ്പൊ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഇന്നും നാളെയും കൊണ്ട് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഈ ഒരു ഓഫർ ഇന്നും നാളെയും, അതായത് മെയ് മാസം അവസാനം 31 മെയ് വരെ ആയിരിക്കും ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് എടുക്കാം. അവാർഡുകൾ എന്നുള്ളതാണ് ടോപ്പിക്കിന്റെ പേര്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ അവാർഡ് 2022 ലഭിച്ചത് ആർക്കാണ്? നോട്ട് ചെയ്തോണേ, 2022 അവാർഡുകൾ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വർഷമാണ് കേട്ടോ. വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് അവാർഡിന്റെ സമയത്ത്. അപ്പോൾ 2022 ഈ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഈ 2022 ഓടക്കുഴൽ അവാർഡ് 2023 കൊടുക്കുക, 23 24 കൊടുക്കുക, ആ രീതിയിലാണ് കേട്ടോ. അപ്പൊ 2023 സ്വാഭാവികമായിട്ടും ഇത് പത്രങ്ങളിൽ വന്നിട്ടുണ്ടാവാം. മനസ്സിലാക്കുക, ഈ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാട്. ആരാണ്? അംബികാസുധൻ മാങ്ങാട്. മനസ്സിലാക്കുക, ഗുരുവായൂരപ്പൻ ട്രസ്റ്റിന്റെ ഓടക്കുഴൽ അവാർഡിനെ കുറിച്ച് പല തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് റിലേറ്റഡ് ഫാക്ട്സ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നോക്കാം നമുക്ക്. ഓടക്കുഴൽ അവാർഡ് എന്ന് പറഞ്ഞാൽ മഹാകവി G. ശങ്കരക്കുറുപ്പ്. ആരാണ്? മഹാകവി G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരമാണ് ഏതെന്ന് പറയുന്നത് ഓടക്കുഴൽ പുരസ്കാരം. മഹാകവി G. ശങ്കരക്കുറുപ്പ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം. ഒന്ന്. രണ്ട്, ഓടക്കുഴൽ. എന്താണ് ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം? ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, അദ്ദേഹത്തിന് ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന് ജ്ഞാനപീഠം ലഭിക്കുകയുണ്ടായി. ആ ഒരു കൃതിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു പുരസ്കാരത്തിന് ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം വർഷാവർഷം നൽകുന്നത്. 30,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നിരുന്നാലും ജസ്റ്റ് പറഞ്ഞത് മാത്രം ഓർത്തിരിക്കുക. 1968 മുതൽ, വളരെ പ്രധാനപ്പെട്ടതാണ്, 1968 മുതൽ ഈ ഓടക്കുഴൽ പുരസ്കാരം നൽകി വരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്രയും പോയിന്റ്സ്. എസ്പെഷ്യലി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് പറയുന്നത്. ആര് ആരംഭിച്ചു, എന്തിന്റെ ഓർമ്മയ്ക്കാണ്, ഓക്കെ, ആരാണ് ഇത് നൽകി വരുന്നത്, ഏത് ട്രസ്റ്റ് ആണ് നൽകി വരുന്നത്, എന്ന് മുതലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ്. ഇനി അറിഞ്ഞിരിക്കാം. നാരായണീയം, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഈ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച കൃതികളും ആ പുരസ്കാരം ലഭിച്ച ആളുകളാണ് പറയാൻ പോകുന്നത്. നാരായണീയത്തിന്റെ തമിഴ് പരിഭാഷ എന്താണ്? നാരായണീയത്തിന്റെ തമിഴ് പരിഭാഷയ്ക്കാണ് പ്രഥമ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പം ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ഏതിനായിരുന്നു? നാരായണീയത്തിന്റെ തമിഴ് പരിഭാഷയ്ക്ക്. ഒന്ന്. എന്നാൽ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വ്യക്തി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു 68 മുതൽ പുരസ്കാരം നൽകി വരുന്നു എന്നുള്ളത്. 68 ഏതിനായിരുന്നു? നാരായണീയത്തിന് തമിഴ് പരിഭാഷയ്ക്ക്. 69 ആർക്കായിരുന്നു? ഈ വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്. ഓക്കെ, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് ആദ്യമായിട്ട് പുരസ്കാരം ലഭിക്കുന്ന വ്യക്തി. ഓക്കെ, അതുപോലെ തന്നെ 69 അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണത്തിന്റെ വിവർത്തനത്തിനാണ്. ഓക്കെ, തുളസീദാസ രാമായണത്തിന്റെ വിവർത്തനത്തിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണെങ്കിൽ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. മനസ്സിലാക്കട്ടോ, തുളസീദാസ രാമായണത്തിന്റെ വിവർത്തനത്തിനാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് അവാർഡ് ലഭിച്ചത്. ഇനി 70 ഖസാക്കിന്റെ ഇതിഹാസം. ഓക്കെ, ഖസാക്കിന്റെ ഇതിഹാസം 70 ഖസാക്കിന്റെ ഇതിഹാസം OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിനാണ് 70 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്.
എഴുപത്തിയേഴിൽ അഗ്നിസാക്ഷി വളരെ 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 പ്രധാനപ്പെട്ടതാണ്. അഗ്നിസാക്ഷി മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. അഗ്നിസാക്ഷി എന്ന നോവലിനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച അഗ്നിസാക്ഷി എഴുതിയാരാണ്? ലളിതാംബിക അന്തർജനം. ഇതോടുകൂടി ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയായിട്ട് ആര് മാറി? ലളിതാംബിക അന്തർജനം. അപ്പോ 77 അഗ്നിസാക്ഷി എന്ന നോവലിന് ഓടക്കുഴൽ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിൽ ലഭിക്കുന്നു. അതോടുകൂടി അവർ ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വനിതയായിട്ട് മാറുന്നു. 78 ശേഷം എല്ലാ വർഷവും ജി ശങ്കരക്കുറുപ്പിന്റെ ചരമദിനമായിട്ടുള്ള ഫെബ്രുവരി 2-നാണ് അവാർഡ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2022 ഈ ഓടക്കുഴൽ പുരസ്കാരം 2023 ഫെബ്രുവരി മാസം 2-ാം തീയതി ആയിരിക്കും ആർക്ക് നൽകിയിട്ടുണ്ടാവുക? അംബികാസുധൻ മാങ്ങാട് നൽകിയിട്ടുണ്ടാവുക. മനസ്സിലായില്ലേ? അപ്പോ വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് പറഞ്ഞത്. എല്ലാവരും നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും PSCയുടെ മുൻ ചോദ്യങ്ങളാണ്. ഒരു കാരണവശാലും വിട്ടുപോകരുത്. ഇത് എപ്പോഴും പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. യെസ്, ഇനി അടുത്ത് നോക്കാം. 2021 അപ്പൊ റീസെന്റ് അവാർഡ് കിട്ടിയ ആളുകളുടെ പേര് കൊണ്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, PSC ഈ സാഹിത്യ അവാർഡുകൾ, ഓടക്കുഴൽ അവാർഡ് പോലെയുള്ള പ്രധാനപ്പെട്ട സാഹിത്യ അവാർഡുകൾ 2020 ശേഷമുള്ള വർഷങ്ങളിലേക്ക് ചോദിച്ചിട്ടുണ്ട്. അതായത് 2024, 23 മാത്രമല്ല പഠിക്കേണ്ടത്, 20, 21, 22, 23, 24 വർഷങ്ങളിലെ പഠിക്കണം. 21 ഈ അവാർഡ് ലഭിച്ചത് സാറാ ജോസഫിനാണ്. ആർക്കാണ്? സാറാ ജോസഫിന്. കൃതി ഏതാണ്? ബുധിനി. കൃതിയുടെ പേര് ബുധിനി. 22 ഈ അവാർഡ് ലഭിച്ചത് അംബികാസുധൻ മാങ്ങാട്. നമ്മൾ ഓൾറെഡി ചോദ്യത്തിൽ പഠിച്ചു. ഓക്കെ, കഥാസമാഹാരം ഏതാണ്? പ്രാണവായു. ഓക്കെ, ആരാണ്, ഏത് വർഷമാണ്, അവരുടെ കൃതി ഏതാണ്? മറക്കല്ലേ, വർഷം, വ്യക്തി, കൃതി, ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. 22 അംബികാസുധൻ മാങ്ങാട്, കഥാസമാഹാരം, ഓക്കെ, പ്രാണവായു. ഓക്കെ, 23 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. 2023 ഈ അവാർഡ് ലഭിച്ചത് PN ഗോപികൃഷ്ണൻ. അതായത് ഈ 2023 ഈ അവാർഡ് ലഭിച്ചു എന്ന് പറയുമ്പോൾ ഇത് 2024 കറണ്ട് അഫെയർ ആണ്. 2024 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ഈ അവാർഡ് നൽകിയത്. മനസ്സിലായില്ലേ? 2023 അവാർഡ് 2024 നൽകുന്നു. PN ഗോപികൃഷ്ണൻ. കവിത മാംസഭോജിയാണെന്നുള്ളതാണ് കൃതി കേട്ടോ. കവിത മാംസഭോജിയാണ് എന്നുള്ളതാണ് കൃതി. അപ്പൊ മറക്കരുത്. 2021 സാറാ ജോസഫ് കൃതി ബുധിനി, 22 അംബികാസുധൻ മാങ്ങാട് കഥാസമാഹാരം പ്രാണവായു, 23 PN ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ്. ഇതാണ് പ്രധാനപ്പെട്ട റീസെന്റ് ഈ അവാർഡ് ലഭിച്ച വ്യക്തികളും വർഷങ്ങളും അവരുടെ കൃതികളും. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. 23 പുരസ്കാരം 24 ഫെബ്രുവരി 2-ാം തീയതിയാണ് നൽകപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാവരും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, പ്രഥമ നിയമസഭ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അപ്പൊ ഇത് ഈ പ്രഥമ എന്ന് കാണുന്ന പ്രധാനപ്പെട്ട അവാർഡുകൾ, എസ്പെഷ്യലി ആ ഒരു അവാർഡ് സംസ്ഥാന സർക്കാരോ സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളോ മറ്റൊക്കെയാണ് നൽകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കേണ്ടതാണ്. പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഏതാണ്? ടി പത്മനാഭൻ. ഓക്കെ, മലയാളത്തിന്റെ പ്രശസ്ത എഴുത്തുകാരനാണ് ടി പത്മനാഭൻ. അദ്ദേഹത്തിനാണ് പ്രഥമ നിയമസഭാ ലൈബ്രറി പുരസ്കാരം നൽകിയത്. 2023 ജനുവരി 9-ാം തീയതി നിയമസഭാ പുസ്തകോത്സവം ഉണ്ടായിരുന്നു. ആ പുസ്തകോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ടി പത്മനാഭന് ഈ ഒരു അവാർഡ് നൽകിയതെന്ന് മനസ്സിലാക്കി സമ്മാനിച്ചത്. നെക്സ്റ്റ് ചോദ്യം നമ്പർ 3, കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിന്റെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡുകളിൽ ഗോൾഡ് മെഡൽ നേടിയത് ഏത് ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റ് ആണ്? ഓക്കെ, സാഹിത്യത്തിൽ നിന്ന് മാറി അഡ്മിനിസ്ട്രേഷനിലോട്ട് വരുന്നു. കേന്ദ്ര ഇലക്ട്രോണിക് ആൻഡ് IT വകുപ്പിന്റെ ഡിജിറ്റൽ ഇന്ത്യ അവാർഡുകളിൽ ഗോൾഡ് മെഡൽ നേടിയത് ഏത് ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റ് ആണ്? ഉത്തരം കോട്ടയം. എന്ത് മെഡലാണ് നേടിയത്? ഗോൾഡ് മെഡൽ. മനസ്സിലാക്കാം, ഇവിടെ നമ്മൾ 1-2 മെഡലുകൾ അഡീഷണൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റിന് ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ ക്ഷീര വികസന വകുപ്പിന്റെ ക്ഷീരശ്രീ പോർട്ടൽ, ഓക്കെ, ക്ഷീരശ്രീ പോർട്ടലിന് ഇതേ അവാർഡിൽ തന്നെ സിൽവർ മെഡലാണ് ലഭിച്ചത്. മനസ്സിലാക്കാം കേട്ടോ, സിൽവർ മെഡൽ ലഭിച്ചപ്പോൾ ക്ഷീര വികസന വകുപ്പിന്റെ ക്ഷീരശ്രീ പോർട്ടലിൽ സിൽവർ മെഡലാണ് ലഭിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് 4-മത്തെ വളരെ പ്രധാനപ്പെട്ടതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ 15ാമത് ബഷീർ അവാർഡ് നേടിയത് ആർക്കാണ്? ബഷീർ അവാർഡ് നേടിയത് ആരാണ്? അപ്പൊ ഇത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിന്റെ എത്രാമത്തെയാണ്? 15ാമത്. ഓക്കെ, അവാർഡ് നേടിയത് ആരാണ്?
ഉത്തരം എം മുകുന്ദൻ. ഓക്കെ, മയ്യഴിപ്പുഴയുടെ തീരത്ത് അല്ലേ? ഓക്കെ, മാഹിയുടെ എഴുത്തുകാരനാണ്, മലയാളത്തിന് എഴുത്തുകാരൻ എം മുകുന്ദൻ. അറിഞ്ഞിരിക്കുക. പുരസ്കാരം ലഭിച്ച കൃതി നൃത്തം ചെയ്യുന്ന കുടകൾ. ഏതാണ്? നൃത്തം ചെയ്യുന്ന കുടകൾ നോവലാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ 15ാമത് പുരസ്കാരമാണ് എം മുകുന്ദന് ലഭിച്ചിരിക്കുന്നത്. ബഷീർ സ്മാരക 15ാമത് പുരസ്കാരം കേട്ടോ. യെസ്. നെക്സ്റ്റ് 5ാമത്തെ ചോദ്യം. 2023 ഹരിവരാസനം, PSC മുൻ ചോദ്യമാണ്. ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഓക്കെ, മനസ്സിലാക്കുക. ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയുമായി ബന്ധപ്പെട്ട് ഒരു അവാർഡ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട മേഖല ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരുന്നു. ഓക്കെ, അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ലഭിച്ച അവാർഡുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ഉൾപ്പെടാത്ത അവാർഡുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രീകുമാരൻ തമ്പിക്കാണ് 23 ഹരിവരാസന അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ഹരിവരാസന പുരസ്കാരം എന്ന് പറയുന്നത്? കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് ഹരിവരാസന പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന് പ്രത്യേകം എന്താണ്? സംഗീതത്തിലൂടെ ശബരിമലയുടെ മതനിരപേക്ഷത, സമചിത്തത, സാർവത്രിക സാഹോദര്യം എന്നിവയുടെ പ്രചാരണത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഈ ഹരിവരാസന പുരസ്കാരം നൽകുന്നത്. അപ്പൊ ആരൊക്കെ ചേർന്ന? കേരള സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും. ഓക്കെ, 2012 മുതൽ, എന്ന് മുതലാണ്? 2012 മുതലാണ് ഹരിവരാസനം അവാർഡ് നൽകി വരുന്നത്. ഓക്കെ, ശബരിമലയിലെ മകരവിളക്കോത്സവം, ആ മകരവിളക്കോത്സവത്തിന് മുന്നോടിയായിട്ടാണ് എല്ലാ വർഷവും ഈ ഹരിവരാസനം അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അവാർഡിന്റെ ആദ്യത്തെ പുരസ്കാരം നേടിയത് ഹരിവരാസനം അവാർഡ് അല്ലെങ്കിൽ പ്രഥമ ഹരിവരാസനം പുരസ്കാരം ജേതാവ് ആരായിരുന്നു? KJ യേശുദാസ് ആയിരുന്നു. പ്രഥമ ഹരിവരാസനം പുരസ്കാരം ജേതാവ് KJ യേശുദാസ് ആണ്. നമ്മളിപ്പോ പഠിച്ചെന്താണ്? 2023 ഹരിവരാസനം പുരസ്കാരം നേടിയതാണ് ശ്രീകുമാരൻ തമ്പി. എഴുത്തുകാരനാണ്, കവിയാണ്, ലിറിസിസ്റ്റ് ആണ്, ഫിലിം ഡയറക്ടറാണ് ശ്രീകുമാരൻ തമ്പി. യെസ്. നെക്സ്റ്റ്, സമീപകാലങ്ങളിലെ ഹരിവരാസന പുരസ്കാര ജേതാക്കളെ പഠിക്കുകയാണ് നമ്മൾ. 2019 ഹരിവരാസനം നേടിയത് P. സുശീല. ഓക്കെ, 20 ഇളയരാജ, 21 വീരമണി രാജു. നോട്ട് ചെയ്തോണേ. 21 വീരമണി രാജു, 22 ആലപ്പുഴ രംഗനാഥ്. നോട്ട് ചെയ്തോണേ. 21 കൂടുതൽ നോട്ട് ചെയ്തോണേ. വീരമണി രാജു, 22 ആലപ്പുഴ രംഗനാഥ്, 23 ശ്രീകുമാരൻ തമ്പി. ചോദിക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. 2023 അവാർഡുകളുള്ള കൂട്ടത്തിൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളതാണ് ഹരിവരാസനം 2023. നെക്സ്റ്റ്, ജയ്പൂർ സാഹിത്യോത്സവത്തിൽ കനയ്യലാൽ സേത്തിയ പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? കനയ്യലാൽ സേത്തിയ പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരൻ ആരാണ്? ഓക്കെ, K. സച്ചിദാനന്ദൻ. ഓക്കെ, മറക്കരുത്. ഓക്കെ, രാജസ്ഥാനി ഹിന്ദി മഹാകവി കനയ്യലാൽ സേത്തിയയുടെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം നൽകി വരുന്നത്. സമ്മാനത്തുക 1 ലക്ഷം രൂപ. രൂപയാണ്. കനയ്യലാൽ സേത്തിയക്ക് പത്മശ്രീ ലഭിച്ച വർഷം 2004. അപ്പോ ഈ കനയ്യലാൽ പുരസ്കാരം അല്ലെ, കനയ്യലാൽ സേത്തിയ പുരസ്കാരം ജയ്പൂർ സാഹിത്യോത്സവത്തിൽ ലഭിച്ചത് K. സച്ചിദാനന്ദനാണ്. ഓക്കെ, പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ്. ഞാൻ പറയുന്നു പ്രഥമ ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? അപ്പൊ നമ്മള് മാതൃഭൂമി സാഹിത്യ പുരസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യ പുരസ്കാരങ്ങളുണ്ട്. ആ കൂട്ടത്തിലോട്ട് ഒരു കാറ്റഗറി ഒരു അവാർഡ് കൂടെ നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ആർക്കാണ്? K. വേണു കേട്ടോ. ഓക്കെ, DCA ബുക്സ് പ്രസിദ്ധീകരിച്ച K. വേണുവിന്റെ ഒരു അന്വേഷണത്തിന്റെ കഥ എന്ന പുസ്തകത്തിലാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഓരോ വർഷവും മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഏറ്റവും മികച്ച ഒരു പുസ്തകത്തിനുള്ള അവാർഡാണ് ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം. ഇത് ആരംഭിച്ചത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. K. വേണു ഒരു അന്വേഷണത്തിന്റെ കഥ. യെസ്. 8, മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം 2023 ആർക്കാണ് നൽകിയത്? ഉത്തരം SR ശക്തിധരൻ. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം SR ശക്തിധരൻ. ഓക്കെ, മാധ്യമ മേഖലയിലെ മികവിന് മുതിർന്ന മാധ്യമ പ്രവർത്തകർക്ക് നൽകുന്ന സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം. 9, റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തേവ്സ്കി മെഡൽ ലഭിച്ചത് ആർക്കാണ്? റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തേവ്സ്കി മെഡൽ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കവിത നായർ. ഓക്കെ, ആങ്കർ ആണ്, അതുപോലെ തന്നെ ആണെങ്കിൽ എഴുത്തുകാരിയാണ്, അതുപോലെ തന്നെ ആക്ട്രസ് ആണ് കവിത നായർ. ഇവർക്കാണ് റഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ ദസ്തേവ്സ്കി മെഡൽ ലഭിച്ചതെന്ന് മനസ്സിലാക്കട്ടോ. കവിത നായർ 2023. ഓക്കെ, ഡിവൈൻ ടൈഡ്സ് ഓക്കെ എന്ന ആൽബത്തിലൂടെ 2023 ഗ്രാമി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ വംശജനായ സംഗീത സംവിധായകൻ ആരാണ്? 2023 ഗ്രാമി പുരസ്കാരം. ഓക്കെ, ഡിവൈൻ ടൈഡ്സ് എന്ന ആൽബത്തിലൂടെ. ഓക്കെ, അപ്പൊ ഇന്ത്യൻ വംശജനായിട്ടുള്ള സംഗീത സംവിധായകൻ റിക്കി കേജ്. ആരാണ്? റിക്കി
കേജ്. യെസ്, റിക്കി കേജ് 3 തവണ റിക്കി കേജിന് ഗ്രാമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അവസാനം ലഭിച്ചത് 2023 മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, 22 OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ കാടിന് നടുക്കൊരു മരം. എന്താണ് കാടിന് നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? കാടിന് നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് ആരാണ്? ഉത്തരം VM ദേവദാസ്. ഉത്തരം VM ദേവദാസ്. മനസ്സിലാക്കുക, 2022 OV വിജയൻ സാഹിത്യ പുരസ്കാരം നൽകിയത് 23 അപ്പൊ അതിനർഹമായ പുസ്തകത്തിന്റെ പേരാണ് കാടിന് നടുക്കൊരു മരം. എഴുതിയതാരാണ്? VM ദേവദാസ്. ഏത് വിഭാഗത്തിൽ പെടുന്നു? ചെറുകഥാ സമാഹാരം. 3 വിഭാഗങ്ങളിലായിട്ട് PF മാത്യൂസ്, PF മാത്യൂസ്, നിതിൻ VL, VM ദേവദാസ് എന്നിവരാണ് OV വിജയൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായത്. അതിൽ അടിയാളപ്രേതം എന്ന നോവലിലൂടെ PF മാത്യൂസ് നോബൽ പുരസ്കാരം നേടി. ആരാണ്? അടിയാളപ്രേതം, PF മാത്യൂസ് നോബൽ പുരസ്കാരം. ഒരു പക്ഷേ ഈ ഒരു ചോദ്യം, അതായത് ഈ ഒരു OV വിജയൻ സാഹിത്യ പുരസ്കാരത്തിന് ഈ 3 ആളുകളെ ഈ രീതിയിൽ ചോദിക്കണമെന്നില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ പഠിക്കാനുള്ള കാരണം ഈ 3 ആളുകളുടെയും കൃതികളും അത് എഴുതിയ ആളുകളുടെ പേര് നിങ്ങൾ പഠിക്കണം. അപ്പൊ അത് അങ്ങനെ ചോദിക്കാം. അടിയാളപ്രേതം എന്ന നോവലിന്റെ എഴുത്തുകാരൻ ആരാണ്, അല്ലെങ്കിൽ അതിന്റെ ഈ ഒരു കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. അപ്പൊ ആ സാഹിത്യകാരൻ ആരാണെന്ന് ചോദിക്കാം. അപ്പൊ അത് PF മാത്യൂസ് ആണ്. അപ്പൊ അത് മറക്കാൻ പാടില്ല. അടിയാളപ്രേതം എന്ന നോവലിലൂടെ PF മാത്യൂസ് നോവൽ പുരസ്കാരം നേടി. അടുത്ത് കാടിന് നടുക്കൊരു മരം എന്ന കഥ, ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, കഥാസമാഹാരമാണ് അല്ലെ. അതാണ് ചോദ്യം. അതായിരുന്നു VM ദേവദാസ്. 3ാമതോ യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ നിതിൻ ചാച്ചൻ എന്ന കഥയിലൂടെ യുവകഥാ പുരസ്കാരം നേടി. അപ്പോ ചാച്ചൻ എന്ന കഥ രചിച്ചത് നിതിനാണ്. നിതിൻ VN. അതുപോലെ തന്നെയാണെങ്കിൽ കാടിന് നടുക്കൊരു മരം എന്ന ചെറുകഥാ സമാഹാരം രചിച്ചത് VM ദേവദാസ് ആണ്. അടിയാളപ്രേതം എന്നുള്ള നോവൽ രചിച്ചത് PF മാത്യൂസ് ആണ്. ഇതിൽ ഇവർക്ക് 3 പേർക്കും എന്താണ് ലഭിച്ചിരിക്കുന്നത്? OV വിജയൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം. 3 വിഭാഗങ്ങളിലായിക്കൊണ്ട്. 12ാം ചോദ്യം, കേരള സർക്കാരിന്റെ 2022 കഥകളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം കലാമണ്ഡലം രാം മോഹൻ. നെക്സ്റ്റ് 13, 2023 പ്രഖ്യാപിച്ച സമഗ്ര സംഭാവനയ്ക്കുള്ള 5ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 5ാമത് സത്യജിത് റേ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം കമൽ. മറക്കരുത്, കമൽ. സത്യജിത് റേ പുരസ്കാരം കമൽ. നെക്സ്റ്റ്, പ്രഥമ VT ഭട്ടതിരിപ്പാട്, വീണ്ടും പ്രഥമ VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം ചെയ്ത, VT ഭട്ടതിരിപ്പാടിന്റെ പേരിൽ പലതരത്തിലുള്ള അവാർഡുകളുണ്ട്. ഇത് VT ഭട്ടതിരിപ്പാട് സ്മാരക നാടക പുരസ്കാരം ജേതാവാണ്. നാടക പുരസ്കാരം ജേതാവ് ആർട്ടിസ്റ്റ് സുജാതൻ. നെക്സ്റ്റ്, 2023 ഫെബ്രുവരിയിൽ പ്രഖ്യാപിക്കപ്പെട്ട മലയാള ഭാഷയുടെയും സംസ്കാരത്തിന്റെയും വ്യാപനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മികച്ച മലയാളം മിഷൻ ചാപ്റ്ററിനുള്ള, നോട്ട് ചെയ്തോണേ, മികച്ച മലയാളം മിഷൻ ചാപ്റ്ററിനുള്ള കണിക്കൊന്ന പുരസ്കാരം. അപ്പോ മലയാളം മിഷൻ ചാപ്റ്ററിനുള്ള പുരസ്കാരത്തിന്റെ പേരെന്താണ്? കണിക്കൊന്ന പുരസ്കാരം. മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുരസ്കാരമാണ് കണിക്കൊന്ന പുരസ്കാരം. അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ, കണിക്കൊന്ന പുരസ്കാരം. ഈ കണിക്കൊന്ന പുരസ്കാരം 2023 നേടിയത് ആരാണ്? ഏത് ചാപ്റ്റർ ആണെന്നുള്ളതാണ്. മലയാളം മിഷൻ മുംബൈ ചാപ്റ്റർ. അറിഞ്ഞിരിക്കാം. മലയാളം മിഷൻ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും മലയാള ഭാഷയും സംസ്കാരവും പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് മലയാള മിഷൻ എന്ന് പറയുന്നത്. സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മലയാള മിഷൻ പ്രവർത്തിക്കുന്നത്. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം. എന്താണ്? എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നതാണ് ഈ മലയാള മിഷന്റെ മുദ്രാഭാഷ്യം എന്ന് മനസ്സിലാക്കാം. അപ്പം എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്നുള്ളത് ഏത് സ്ഥാപനത്തിന് മുദ്രാഭാഷ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുദ്രാവാക്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലയാളം മിഷൻ എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി മറുനാടൻ മലയാളി സംഘടനകളുമായി സഹകരിച്ചാണ് മിഷൻ പ്രവർത്തിക്കുന്നത്. 2009 ജാനുവരി 19 മലയാളം മിഷൻ രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2009 ഒക്ടോബർ 22 മലയാള മിഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. മലയാളം മിഷന്റെ വെബ് മാസികയാണ് പൂക്കാലം. പൂക്കാലം മറക്കല്ലേ, പൂക്കാലം. 16, 2023 ഗുരുവായൂരപ്പൻ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരം, വെരി ഇമ്പോർട്ടന്റ്, ജ്ഞാനപ്പാന പുരസ്കാരം നേടിയത് ആരാണ്? ഉത്തരം വി മധുസൂദനൻ നായർ. കവിയാണ് വി മധുസൂദനൻ നായർ. ജ്ഞാനപ്പാന പുരസ്കാരം. നെക്സ്റ്റ്, മികച്ച പാർലമെന്റേറിയനുള്ള ഈ വർഷത്തെ സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം ലഭിച്ചത് രാജ്യസഭാ MP ആയിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ്. മനസ്സിലാക്കാം.
ഈ സൻസദ് രത്ന പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാർലമെന്റ് അംഗങ്ങൾ MP-മാർ, ഓക്കെ, അത് രാജ്യസഭയാവാം ലോക്സഭയാവാം, ഈ അംഗങ്ങളുടെ മികച്ച പ്രകടനത്തിന് നൽകുന്ന പുരസ്കാരമാണ് സൻസദ് രത്ന പുരസ്കാരം എന്ന് പറയുന്നത്. പാർലമെന്ററി കർത്തവ്യങ്ങളിൽ അസാധാരണമായ അർപ്പണബോധം പ്രതിബദ്ധത കാണിക്കുന്ന സിറ്റിംഗ് MP-മാർക്കാണ് അവാർഡ് നൽകാറുള്ളത്. ഇത് ആരാ നൽകുന്നത്? ചെന്നൈ ആസ്ഥാനമായുള്ള ലാഭേച്ഛയില്ല, അതൊരു നോൺ പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള പ്രൈം പോയിന്റ് ഫൗണ്ടേഷൻ ആണ് സൻസദ് രത്ന അവാർഡ് സംഘടിപ്പിക്കുന്നത് കേട്ടോ. സൻസദ് രത്ന അവാർഡ് സംഘടിപ്പിക്കുന്നത്. ഓക്കെ, അറ്റൻഡൻസ്, എത്ര ചോദ്യങ്ങൾ ചോദിച്ചു, നിയമനിർമ്മാണത്തിലുള്ള അവരുടെ പങ്കാളിത്തം, ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, 12ാമത്തെ ചോദ്യം. 2023 സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓക്കെ, പയ്യന്നൂർ കുഞ്ഞിരാമൻ. മറക്കല്ലേ, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സമഗ്ര സംഭാവന പുരസ്കാരം ലഭിച്ചത് പയ്യന്നൂർ കുഞ്ഞിരാമൻ. അറിഞ്ഞിരിക്കാം, മലയാള ബാലസാഹിത്യ ശാഖയ്ക്ക് സമഗ്ര സംഭാവന നൽകുന്ന മികച്ച സാഹിത്യകാരന്മാരെ ആദരിക്കാൻ 1998 മുതൽ നൽകി വരുന്ന ഒരു പുരസ്കാരമാണ് ബാലസാഹിത്യ സമഗ്ര സംഭാവന പുരസ്കാരം. ആദ്യമായിട്ട് ഈ പുരസ്കാരം നേടിയത് മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരനായിട്ടുള്ള കുഞ്ഞുണ്ണി മാഷാണ് കേട്ടോ. കുഞ്ഞുണ്ണി മാഷാണ്. ബാനു മുഷ്താഖിന്റെ നോവലറ്റുകൾ, ബാനു മുഷ്താഖിന്റെ നോവലറ്റുകൾ എന്ന കൃതിയുടെ വിവർത്തനമാണ് പയ്യന്നൂർ കുഞ്ഞിരാമനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. അപ്പം ആർക്കാണ് 2023 ഈ ബാലസാഹിത്യ സമഗ്ര പുരസ്കാരം ലഭിച്ചത്? പയ്യന്നൂർ കുഞ്ഞിരാമന്. ഏതാണ് അദ്ദേഹത്തിന്റെ കൃതി? ബാനു മുഷ്താഖിന്റെ നോവലറ്റുകൾ. ഈ ബാലസാഹിത്യത്തിന്റെ സമഗ്ര സമ്മാന പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ച ആർക്കാണ്? കുഞ്ഞുണ്ണി മാഷിന്. ഏത് വർഷത്തോണ്ടാണ് അത് നൽകി തുടങ്ങിയത്? 1998 മുതൽ. ഇനി 19 സംസ്ഥാന ഭക്ഷ്യ കമ്മീഷന്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമൻ. ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരം ലഭിച്ചത് ചെറുവയൽ രാമൻ. നോട്ട് ചെയ്തോണേ. ഓക്കെ, ഇനി 32ാമത് വ്യാസ് സമ്മാനത്തിന് അർഹനായത് ആരാണ്? 32ാമത് വ്യാസ സമ്മാനത്തിന് അർഹനായത് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഓക്കെ, ഗ്യാൻ ചതുർവേദി അല്ലെ? ഗ്യാൻ ചതുർവേദിക്കാണ് 2032ാമത് വ്യാസ സമ്മാനം എന്ന് മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സാഹിത്യ അവാർഡുകളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വ്യാസ് സമ്മാനം എന്ന് പറയുന്ന അവാർഡ്. ഓക്കെ, ബിർള ഫൗണ്ടേഷൻ നൽകുന്ന അവാർഡാണ്. 21 2023 അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? അഷിത സ്മാരക പുരസ്കാരത്തിന് അർഹനായത് എഴുത്തുകാരൻ സുഭാഷ് ചന്ദ്രനാണ്. മനസ്സിലാക്കാം. മലയാളത്തിലെ ചെറുകഥാകൃത്തും കവിയത്രിയുമായിരുന്നു ആരെന്ന് പറയുന്നത്? അഷിത എന്ന് പറയുന്നത്. സ്ത്രീപക്ഷ എഴുത്തുകാരിലെ പ്രമുഖയായിട്ടുള്ള ഇവരുടെ അഷിതയുടെ കഥകൾ എന്ന പുരസ്കാരത്തിന് 2015 സംസ്ഥാന സാഹിത്യ അക്കാദമിയും ചെറുകഥാ പുരസ്കാരം ലഭിച്ചിരുന്നു. അഷിതയുടെ കഥകൾ കേട്ടോ. ഇടശ്ശേരി അവാർഡ്, പത്മരാജൻ അവാർഡ്, ലളിതാംബിക അന്തർജന പുരസ്കാരം, ഇവയെല്ലാം അഷിത എന്ന് പറയുന്ന ഈ സാഹിത്യകാരിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം ഇത് നൽകി തുടങ്ങിയത് 2022 2022 അഷിതയുടെ സ്മരണാർത്ഥം അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം നൽകി തുടങ്ങിയത്. പ്രഥമ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം സന്തോഷ് ഏച്ചിക്കാനത്തിലാണ് ലഭിച്ചത്. ഓർത്തിരുന്നോണം, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പ്രഥമ അഷിത സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സന്തോഷ് ഏച്ചിക്കാനത്തിനാണ്. യുവ എഴുത്തുകാർക്കുള്ള പുരസ്കാരം സ്മിതാദാസിന് ലഭിച്ചു. ശംഖുപുഷ്പങ്ങൾ എന്ന പുസ്തകത്തിനാണ് സ്മിതാദാസിന് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ശംഖുപുഷ്പങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ്? സ്മിതാദാസിന്റെ ആണെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, അഷിത സാഹിത്യ പുരസ്കാരം 2022 തൊട്ട്. ഓക്കെ, അപ്പൊ ഈ വർഷം ആർക്കായിരുന്നു? സുഭാഷ് ചന്ദ്രൻ. 2023 സുഭാഷ് ചന്ദ്രൻ. ചോദ്യം നമ്പർ 22 2022 സരസ്വതി സമ്മാനം. ഓക്കെ, നോട്ട് ചെയ്തോണെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം നിങ്ങൾക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം. ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സരസ്വതി സമ്മാനം നേടിയ തമിഴ് സാഹിത്യകാരാണ്? ഈ ചോദ്യം എന്ന് പറയുമ്പോൾ 2022 സരസ്വതി സമ്മാനോ അല്ലെങ്കിൽ 2023 സരസ്വതി സമ്മാൻ അവാർഡോ, ഇതിൽ ഏതെങ്കിലും ഒരു അവാർഡ് നിങ്ങൾക്ക് ഈ വർഷത്തെ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 2022 സരസ്വതി സമ്മാൻ അവാർഡ് നേടിയത് ആരാണ്? ഓക്കെ, ആരാണ്? ശിവശങ്കരി. ഓക്കെ, തമിഴ് എഴുത്തുകാരിയാണ് ശിവശങ്കരി. അറിഞ്ഞിരിക്കാം. അവരുടെ ഒരു ഓർമ്മക്കുറിപ്പായിട്ടുള്ള സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് ഈ സരസ്വതി സമ്മാൻ അവാർഡ് നമ്മൾ നൽകിയിരിക്കുന്നത്. മെമ്മോയർ കേട്ടോ. അപ്പൊ ശിവശങ്കരി എന്ന് പറയുന്ന തമിഴ് എഴുത്തുകാരിക്ക് 2022 നോട്ട് ചെയ്തോണെ, 22 ഓക്കെ, 22 അവാർഡ് 23 നൽകുന്നു. 23 പ്രഖ്യാപിക്കുന്നതും നൽകുന്നു. 23
എന്നാൽ 2023 അവാർഡ് 2024 മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. 2023 അവാർഡ് 2024 മാർച്ച് മാസത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ ഈ വർഷത്തെ കറണ്ട് അഫെയർ ആണ്. ആർക്കാ ലഭിച്ചത്? മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരൻ പ്രഭാവർമ്മ. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ് പ്രഭാവർമ്മ. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ് പ്രഭാവർമ്മ. ആ പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതി, ഈ സരസ്വതി സമ്മാൻ അവാർഡ് ലഭിച്ച അദ്ദേഹത്തിന്റെ കൃതിയാണ് രൗദ്ര സാത്വികം. രൗദ്ര സാത്വികം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് നൽകിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ 23 പ്രഭാവർമ്മ, 22 ആരായിരുന്നു? ശിവശങ്കരി. അവരുടെ കൃതിയുടെ പേരെന്താണ്? സൂര്യവംശം. നെക്സ്റ്റ് 23 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം മുകുന്ദൻ. വീണ്ടും നമ്മൾ പഠിക്കുന്നു എം മുകുന്ദൻ തകഴി സാഹിത്യ പുരസ്കാരം. 23 ഫ്രാൻസിലെ ദേശീയ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം ലഭിച്ച ആർട്ട് കളക്ടർ ആയിട്ടുള്ള ഇന്ത്യൻ ആരാണ്? ഉത്തരം കിരൺ നാടാർ. 2023 ഫ്രാൻസിലെ ദേശീയ ബഹുമതിയായ ഷെവലിയാർ പുരസ്കാരം ലഭിച്ചത് കിരൺ നാടാർ. 25 2023 അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം. ഇത് നോട്ട് ചെയ്തോണേ. അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം, ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അവാർഡ് നേടിയ ഇന്ത്യൻ വംശജനാണ് CR റാവു. ആരാണ്? CR റാവു. മനസ്സിലാക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം എന്ന് പറയുന്നത് ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിൽ നൽകുന്ന നൊബേൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമാണ്. കല്യാംപൊടി രാധാകൃഷ്ണ റാവു. കല്യാംപൊടി രാധാകൃഷ്ണ റാവു, CR റാവു കേട്ടോ. കല്യാംപൊടി രാധാകൃഷ്ണ റാവു എന്നാണ് മുഴുവൻ പേര്. 75 വർഷത്തെ സേവനത്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അന്താരാഷ്ട്ര സ്റ്റാറ്റിസ്റ്റിക്സ് പുരസ്കാരം സ്റ്റാറ്റിസ്റ്റിക്സ് മേഖലയിലെ ഒരു നൊബേൽ പുരസ്കാരം എന്നറിയപ്പെടുന്നു. 2 വർഷം കൂടുമ്പോഴാണ് പുരസ്കാരം നൽകുന്നത്. ആദ്യ പുരസ്കാരം ലഭിച്ചത് ഡേവിഡ് ആർ കോക്സിസ് 2017 കേട്ടോ. 2023 ആർക്കായിരുന്നു? CR റാവു. നെക്സ്റ്റ് 26ാമത്തെ ചോദ്യം. സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായ പ്രശസ്ത മലയാള ബാലസാഹിത്യകാരൻ 2023 ഏപ്രിൽ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരെന്താണ്? KV രാമനാഥൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നല്ലേ? സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവായിട്ടുള്ള ബാലസാഹിത്യകാരനാണ് KV രാമനാഥൻ. അദ്ദേഹം കഴിഞ്ഞ വർഷം അന്തരിക്കുകയുണ്ടായി. നെക്സ്റ്റ് 27 മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സ്മരണാർത്ഥം രാജീവ് വിചാർ വേദി ഏർപ്പെടുത്തിയ 22 മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം നേടിയതാരാണ്? 2022 മികച്ച സ്റ്റേറ്റ്സ്മാൻ പുരസ്കാരം 23 നൽകുകയുണ്ടായി VD സതീശൻ. ആർക്കാണ്? VD സതീശൻ. പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. അറിഞ്ഞിരിക്കാം. കേരളത്തിലെ നിലവിലെ പ്രതിപക്ഷ നേതാവാണ് VD സതീശൻ. PT ചാക്കോക്കും AK ആന്റണിക്ക് ശേഷം ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിപക്ഷ നേതാവായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? നമ്മുടെ VD സതീശൻ. PT ചാക്കോ 42ാം വയസ്സ് പ്രതിപക്ഷ നേതാവായപ്പോൾ ആന്റണി 55ാമത്തെ വയസ്സിലാണ് പ്രതിപക്ഷ നേതാവായത്. അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് 28 ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരം. ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവന. ഏതാ പുരസ്കാരത്തിന്റെ പേര്? കൈരളി പുരസ്കാരം. 2023 നേടിയതാരാണ്? സലീം യൂസഫ്. ഇതിന്റെ കൂട്ടത്തിൽ 2-3 ഫാക്ട്സ് മനസ്സിലാക്കാനുണ്ട്. കാനഡയിലെ മക്മാസ്റ്റർ സർവകലാശാലയിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ് സലീം യൂസഫ്. 2022 സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നേടിയത് ഡോക്ടർ എം ലീലാവതി സാഹിത്യ മേഖലയായിരുന്നു. ഡോക്ടർ അജയ് ഘോഷ് സയൻസ് മേഖലയാണ്. പ്രൊഫസർ MA ഉമ്മൻ സാമൂഹിക ശാസ്ത്രം. അപ്പൊ അറിഞ്ഞിരിക്കുക, ഈ ഒരു ശാസ്ത്ര രംഗത്തെ സമഗ്ര സംഭാവനക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന കൈരളി പുരസ്കാരം അത് 23 നേടിയതാരാണ്? സലീം യൂസഫ്. ഇനി ശാസ്ത്ര രംഗത്ത് 2022 നേടിയതാരാണ്? സയൻസ് രംഗത്ത് നേടിയതാരാണ്? ഡോക്ടർ അജയ് ഘോഷ്. സാഹിത്യ മേഖലയാണെങ്കിലോ M ലീലാവതി. സാമൂഹിക മേഖലയാണെങ്കിലോ MA ഉമ്മൻ. കേട്ടോ, മറക്കാൻ പാടില്ല. യെസ്. നെക്സ്റ്റ് 2023 അസമിന്റെ പരമോന്നത ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ട സർജൻ ബിശ്വംകരൻ ആരാണ്? 2023 അസമിന്റെ പരമോന്നത ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ട സർജൻ ആരാണെന്നുള്ളതാണ് ചോദ്യം. തപൻ സൈക്കിയ. ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട പോയിന്റ് ആണ്. ഇത് പത്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ വാർത്തയായ ഒരു പോയിന്റ് ആയിരുന്നു. പരമോന്നത ബഹുമതിയായ അസം വൈഭവ് പുരസ്കാരം നൽകി ആദരിക്കപ്പെട്ട സർജനാണ് ബിശ്വംകരനാണ്. തപൻ സൈക്കിയ എന്ന് മനസ്സിലാക്കാം. ലാസ്റ്റ് ചോദ്യം 30ാമത്തെ ചോദ്യം.
2023 കടമ്മിനിട്ട പുരസ്കാരം ജേതാവാണ്. കടമ്മിനിട്ട എന്ന് പറയുന്ന എഴുത്തുകാരൻ അല്ലെ. കടമ്മിനിട്ട പുരസ്കാരം ജേതാവ് ആരാണ്? നമ്മള് തകഴീസ് പുരസ്കാരം പഠിച്ചു, ബഷീർ പുരസ്കാരം പഠിച്ചു. അക്കൂട്ടത്തിലോട്ടാണ് നമ്മൾ വീണ്ടും പഠിക്കുന്നത് കടമ്മിനിട്ട പുരസ്കാരം ഏതാണ്? ആർക്ക് ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്ക് 2023 സരസ്വതി സമ്മാൻ അവാർഡ് നേടിയ കാര്യം നമ്മൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലാക്കുക. കടമ്മിനിട്ട പുരസ്കാരം ആരാണ്? കടമ്മിനിട്ട രാമകൃഷ്ണൻ അല്ലെ. കടമ്മിനിട്ട രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം 2015 കടമ്മിനിട്ട രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കടമ്മിനിട്ട പുരസ്കാരം. ആദ്യത്തെ ഇതിന്റെ ജേതാവ് എന്ന് പറയുന്നത് ONV കുറുപ്പായിരുന്നു. ആദ്യത്തെ വനിതാ ജേതാവ്, ആദ്യമായി അവാർഡ് ലഭിച്ച വനിത എന്ന് പറയുന്നത് സുഗതകുമാരിയാണ്. അപ്പൊ ഈ ഒരു അവാർഡിന് പ്രാധാന്യം മനസ്സിലായല്ലോ. ആദ്യത്തെ അവാർഡ് നേടിയത് ONV കുറുപ്പാണ്. പ്രഥമ വനിത സുഗതകുമാരിയാണ്. അതുപോലെ തന്നെയാണെങ്കിൽ കടമ്മിനിട്ട രാമകൃഷ്ണനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവിയായിരുന്നു, രാഷ്ട്രീയക്കാരനായിരുന്നു, സാംസ്കാരിക പ്രവർത്തകനായിരുന്നു. 1982 കടമ്മിനിട്ടയുടെ കവിതകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും ആശാൻ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. കടമ്മിനിട്ടയുടെ കവിതകൾക്ക് 82 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അതുപോലെ തന്നെ ആശാൻ പ്രൈസ് ലഭിച്ചു. ആറന്മുള നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചും ഒരു തവണ കേരള നിയമസഭയിലും അംഗമായി. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് കുറത്തി, കവിയാണ്. കൃതികളാ പറയുന്നത് കുറത്തി, കുഞ്ഞേ മുലപ്പാൽ കുടിക്കരുത്, മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു, വെള്ളി വെളിച്ചം, ഗോദോയെ കാത്ത്, സൂര്യശില, കോഴി, കാട്ടാളൻ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കേട്ടോ. അപ്പൊ മറക്കാൻ പാടില്ല. കടമ്മിനിട്ട രാമകൃഷ്ണനൊക്കെ അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്മരണാർത്ഥം നൽകുന്ന പുരസ്കാരം 23 പ്രഭാവർമ്മയ്ക്കാണ് നൽകിയത്. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ജേതാവ് ONV കുറുപ്പാണ്. ഈ ഒരു പുരസ്കാരത്തിന്റെ വനിതാ ജേതാവ് സുഗതകുമാരിയാണ്. അതുപോലെ കൃതികളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു. ബൈ.